السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കേൾക്കാനും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിൻ്റെ സാബിഖായ ഖളാ വന്നാൽ, മുൻ നിശ്ചയപ്രകാരമുള്ള ഖളാ വന്നാൽ നാം ഒക്കെ മരണപ്പെട്ടു പോവേണ്ടവരാണ്. ഓരോരോ പള്ളിപ്പറമ്പിലും ഒരുപാട് ആളുകൾ വിശാലമായ പള്ളിപ്പറമ്പിൽ ശാന്തമായി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിൽ നാം കഷ്ടപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആലയുമായിട്ടൊരു കണക്ഷൻ വന്നാൽ നാം ചെയ്യുന്ന ഇബാദത്തിൽ ഒരു സുഖമുണ്ടാകും, നാം ചൊല്ലുന്ന ദിക്റിൽ ഒരു സുഖമുണ്ടാകും. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു മനസ്സമാധാനം, വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ ഒരു മനസ്സമാധാനം, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മനസ്സമാധാനം. മക്ക ഭൂമിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ, ആ കഅബ കാണുമ്പോൾ രോഗം പോലും മറന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും. എന്തേ കാരണം? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു ശാന്തമാണ്, ഒരു സമാധാനമാണ്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും നമ്മളെ മനസ്സ് എപ്പോഴും അല്ലാഹ് എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് മടങ്ങുകയാണ്. കോഴിക്കോട് പുതിയറ സുലൈമാൻ മുസ്ലിയർ എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരു നിസ്കാരത്തിന്റെ ടൈമിൽ ഒരു കത്തി പിടിച്ചിട്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു വരുന്ന ആളെ ഞാൻ ഈ കത്തിയുമായി കുത്തുമെന്ന് സുലൈമാൻ മുസ്ലിയർ പറഞ്ഞപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ട് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. പള്ളിയിലേക്ക് ആരും കടന്നു വരുന്നില്ല. അതിലൊരു ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുത്തിയാലും ശരി കുത്തിയിട്ടില്ലെങ്കിലും ശരി, എന്റെ നിസ്കാരം ഇപ്പോൾ ഖളാഉം, ഞാൻ നിസ്കരിക്കാൻ പോവാണ്. സുലൈമാൻ മുസ്ലിയർ അയാളുടെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, നീയാടാ ഈമാനുള്ളവൻ, ഖൽബിൽ ഈമാനുള്ളവൻ. അവർക്കൊന്നിനെയും പേടിയില്ല. അവന്റെ ഇബാദത്താണ് അവന്റെ മുമ്പിലുള്ളത്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്കറിയാം ഒരുപാട് ചരിത്രങ്ങൾ, അവരുടെ പരിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടെ ജീവിത ശൈലികൾ. ആരംഭപ്പൂവായ മുത്തളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിന്നൊരു കാര്യം അങ്ങ് പ്രഖ്യാപിച്ചാൽ ആദ്യം എത്തേണ്ടത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. സദഖയുടെ കാര്യം പറയുകയാണെങ്കിലും, ഈമാനിന്റെ കാര്യം പറയുകയാണെങ്കിലും, അതുപോലെ മരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും, ആഖിറത്തിന്റെ കഥ പറഞ്ഞാലും ആരംഭപ്പൂവായ മുത്തളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്താൻ, എന്നിട്ട് മുമ്പിലെത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയും, മുത്തുനബിയെ ഞാൻ കൊടുക്കാം സദഖ, ഞാൻ കൊടുക്കാ കാര്യങ്ങൾ, ഞാനുണ്ട് നിങ്ങളെ കൂടെ. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തി പകരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏഴാനാകാശത്ത് പോയി അള്ളാഹയെ കണ്ടു, ഒരൊറ്റ രാത്രി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് നിന്റെ മുഹമ്മദ് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, മുത്തുനബി അങ്ങനെ പറഞ്ഞോ, ഞാനതങ്ങ് വിശ്വസിച്ചു. അതിന്റെ പേരാണ് ഈമാൻ. അതിന്റെ പേരാണ് ഈമാൻ. നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കുറച്ച് അടയാളങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിഹ്റുണ്ട് എന്ന് പരിശോധിക്കാൻ അടയാളങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഖൽബിൽ തഖ്വയുണ്ടോ എന്ന് സ്വന്തമായി വിലയിരുത്താൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. എന്താണ് അടയാളം? അത് സ്വഹാബത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്.
ആരംഭപ്പൂവായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിന്നൊരു സദഖയുടെ വഅദ് പറയുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങുകയാണ്. എന്നിട്ടതാ ഭാര്യയോട് പറയുന്നു, ഭാര്യ ഇവിടെ എന്താണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഭാര്യ പറയുന്നു, ഇവിടെ വെള്ളവും അതുപോലെ കാരക്കയുമല്ലാതെ ഒന്നും ഈ വീട്ടിലില്ല എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുന്നു. പടച്ചവനെ, ആരംഭപ്പൂവായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് സദഖ അങ്ങനെ കൂട്ടിയിട്ടുണ്ടാകും. ഒരുപാട് റൊട്ടികൾ വരും, ഒരുപാട് മാംസങ്ങൾ വരും, അതുപോലെ ഒരുപാട് വസ്ത്രങ്ങൾ വരും. പക്ഷേ അബൂബക്കറിന്റെ കഴിയിലൊന്നുമില്ല. മസ്ജിദുൻ നബവിയുടെ മുറ്റത്തിലൂടെ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ നടന്നു നീങ്ങുന്നു. അങ്ങ് കരയുകയാണ്, പ്രയാസപ്പെടുകയാണ്. അങ്ങനെ വാതിലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അബൂബക്കർ പുറത്തു വന്നിരിക്കുന്നു. അബൂബക്കറിനോട് വരാൻ പറയും. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചങ്ങ് കരയാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂബക്കർ തങ്ങളെ, നിങ്ങളെ ഖൽബിലാണ് ഈമാൻ. ഈ കൂട്ടത്തിലേറ്റവും ഈമാനുള്ളവർ അബൂബക്കർ തങ്ങളെ നിങ്ങളാണ്. സ്വതക്ക നിങ്ങൾ തന്നിട്ടില്ല, ഹദിയ നിങ്ങൾ തന്നിട്ടില്ല. ഈ കൂട്ടിയ കുമ്മാരത്തിൽ നിങ്ങളെ ഒരൊറ്റ കാരക്ക പോലുമില്ല. എന്നാലും പടച്ച റബ്ബിന്റെ അടുത്ത് നിങ്ങൾ വലുതാണെന്ന് പറയാൻ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ ഖൽബിൽ ഈമാനായിരുന്നു. എന്തേ ഈമാൻ? എന്താണ് ഈമാൻ? അബൂബക്കർ തങ്ങളുടെ കരച്ചിലാണ് ഈമാൻ. അബൂബക്കർ തങ്ങളുടെ കരച്ചിലാണ് ഈമാൻ. ഒന്നുമില്ല റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്നേഹത്താൽ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹത്താൽ ഞാൻ പറയുന്നു, നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടോ എന്നറിയാൻ വഅലിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ? നമ്മുടെ ഖൽബിനെ ക്ലിയർ ആക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ചില ഫോൺ അങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ ആ കടക്കാരൻ പറഞ്ഞു, ഇതിൻ്റെ ലൈറ്റ് എന്തെങ്കിലും കത്തിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇതിൻ്റെ സ്ക്രീനിൽ ലൈറ്റ് തെളിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി, നമുക്ക് നന്നാക്കി എടുക്കാം. അതുപോലെയാണ് കണ്ണൊന്നൊലിച്ചാൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടൊന്ന് കണ്ണൊലിച്ചാൽ നമ്മുടെ ഖൽബ് ഒലിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. എന്തേ കാരണം എന്നറിയോ? ആ ഖൽബിൽ ഈമാൻ എവിടെയോ ഉണ്ട്. ആ ഖൽബിൽ ഈമാൻ ഉണ്ട്. ഓതാനിരിക്കുമ്പോ ഓതാനറിയില്ല. ഉമ്മാ പെങ്ങളെ, നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നിങ്ങളുടെ ഖൽബിൽ ഈമാനുണ്ട്. ഈ ഈമാൻ മതി നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈമാനിന്റെ അളവുകോൽ. ഒന്നാമത്തെ ഈമാനിന്റെ അളവുകോൽ ഏതാണ്? ഈമാൻ ഉണ്ടോ ഇല്ലെന്നറിയാൻ ഒന്നാമത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുണ്ട്, കയ്യിലൊന്നുമില്ല, സങ്കടപ്പെടുന്നുണ്ടോ? ഈമാനുണ്ട് എന്നുള്ള അടയാളമാണ്. രണ്ടാമത്തത് എന്താണെന്ന് ആരംഭഭൂവായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മരണത്തെക്കുറിച്ച് ഇങ്ങനെ വഅദ് പറയുമ്പോൾ, റസൂലുള്ളാഹി തങ്ങൾ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിങ്ങനെ കരയുകയാണ്, കണ്ണുനീരിങ്ങനെ വരുന്നു. ഉസ്മാൻ തങ്ങളോട് മുത്തുനബി പറയുകയാണ്, ഉസ്മാൻ തങ്ങളെ, നിങ്ങൾക്ക് ഈമാനുണ്ട്, നിങ്ങൾക്ക് ഈമാനുണ്ട്. എന്തേ കാരണം? ആ ഖബറിൽ പോയി കിടക്കണല്ലോ റബ്ബേ, ആഖിറ ലോകത്ത് പോകണല്ലോ റബ്ബേ, നാളെ മഹ്ശറയുണ്ടല്ലോ അല്ലാ, സിറാത്തുണ്ടല്ലോ അല്ലാ, ഹിസാബുണ്ടല്ലോ, നരകമുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ.
എന്നൊരു ചിന്തയിലാണ് നമ്മൾ ഇരുത്തെങ്കിൽ, നമ്മളെ നടത്തെങ്കിൽ, പെരുമാറ്റെങ്കിൽ, ഉറക്കെങ്കിൽ, ജീവിതമെങ്കിൽ നമ്മുടെ ഖൽബിൽ ഈമാനുണ്ടെന്ന് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഖൽബിൽ ഈമാനുണ്ടോ? മരണത്തെക്കുറിച്ച് മൗലവി ഇങ്ങനെ വയത് പറയുമ്പോൾ നമ്മളെ കണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടോ? നമ്മളെ കണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടോ? എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഒരൊറ്റ നിമിഷം മതി നമ്മൾ നന്നാവാൻ. ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ഖൽബൊന്ന് നന്നാവാൻ. അല്ലാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് സങ്കടം പറഞ്ഞാൽ ഉമ്മാ അല്ലാഹു പുറത്തു തരും. ഞാനൊരു കഥ പറയാം. ബിശ്ർ ലാഫി എന്ന് പറയുന്നൊരു മനുഷ്യൻ, കള്ളുകളുടെ ഗോഡൗണുകൾ ഉണ്ടായിരുന്നു, കള്ള് ഷാപ്പുകൾ ഉണ്ടായിരുന്നു. അയാൾ കള്ള് കുടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ കാലിലതാ ഒരു കടലാസ് പതിക്കുന്നു. ആ കടലാസ് എടുത്തു നോക്കിയപ്പോ അള്ളാന്റെ പേരാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിശ്റിങ്ങനെ ആ കടലാസ് നെഞ്ചിൽ പിടിച്ചിങ്ങനെ കരയാൻ തുടങ്ങി. അള്ളാന്റെ പേരിലാ ഞാൻ ചവിട്ടിയിട്ടുള്ളത്, അള്ളാന്റെ നാമത്തിലാ ഞാൻ ചവിട്ടിയിട്ടുള്ളത്. പടച്ചോനെ, എനിക്കൊന്ന് മാപ്പ് തരുമോ? എനിക്കൊന്ന് പുറത്തു തരുമോ? ബിശ്റിങ്ങനെ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് ആ നാട്ടിലെ പ്രഗത്ഭനായ നേതാവ് ഹസൻ ബസരി തങ്ങൾ വന്നിട്ട് ബിശ്ർ ലാഫിനെ ഉമ്മ വെക്കുന്നു. എന്നിട്ട് ബിശ്റിനോട് പറയുന്നു, ബിശ്റേ, അല്ലാഹു നിങ്ങളെ നന്നാക്കിയിരിക്കുന്നു, എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുലേക്കൊന്ന് കണ്ണുനീരിറ്റിയാൽ, ഒന്ന് സങ്കടപ്പെട്ടാൽ, ഒന്ന് ബഹുമാനിക്കുന്ന അല്ലാഹു ബഹുമാനിച്ചതിനൊന്ന് ബഹുമാനിക്കാൻ തയ്യാറായാൽ എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. അതുകൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാനുണ്ട്, ഉറപ്പാ. നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? സുബഹിന്റെ സമയത്ത് എണീറ്റുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? ളുഹ നിസ്കരിക്കുന്നുണ്ടോ? അള്ളാഹുലേക്ക് ദുആ ഇറക്കുന്നുണ്ടോ? റമളാൻ മാസം ബഹുമാനിക്കുന്നുണ്ടോ? റബീഉൽ അവ്വൽ മാസങ്ങൾ വരുമ്പോൾ അതിനെ സ്നേഹിക്കുന്നുണ്ടോ? ആണ്ടർദികൾ വരുമ്പോൾ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടോ? ഉളുഹിയത്തിൽ നമ്മൾ മുമ്പിലുണ്ടോ? പള്ളിയുടെ കാര്യത്തിന് നമ്മൾ മുമ്പിലുണ്ടോ? നമ്മളെ വീട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പിലുണ്ടോ? ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ഈമാനുണ്ട് എന്നുള്ള അടയാളമാണ്. എല്ലാ നല്ല കാര്യത്തിനോടും ഒരു ശുഷ്കാന്തി എല്ലാ നല്ല കാര്യത്തിൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാ. അതുകൊണ്ട് നമ്മളങ്ങ് മരണപ്പെട്ടാലും ഒരുപാട് ഖൽബുകളിൽ നമ്മളുണ്ടാകും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹ് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു പൊരുത്തപ്പെടുന്ന നല്ലവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആളുകളും നമുക്ക് വേണ്ടിയൊക്കെ പരസ്പരം അങ്ങും ഇങ്ങൊക്കെ ദുആ ഇറക്കണമെന്ന വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.